voice of trumpet presents. അന്നേരം ദൈവം എനിക്ക് തന്ന ഒരു ആലോചനയാ, ഗോഡ് ഈസ് വിത്ത് യു ഇൻ യുവർ ട്രബിൾസ് ആൻഡ് ഹി വിൽ ലിഫ്റ്റ് യു അപ്പ് ഇൻ ഹിസ് ടൈം. അന്നേരം ഇപ്പം ഫേവാമ പറഞ്ഞ എല്ലാം സെയിം തിങ്കാ. അന്നേരം ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, നമ്മളെല്ലാവർക്കും ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ അത് ഓവർകം എങ്ങനെയാ ചെയ്യുന്നത്? ദൈവ കൃപയാൽ. ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടോണ്ടാ നമ്മൾ ഇതെല്ലാം ഓവർകം ചെയ്യുന്നത്. അന്നേരം എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല, അത് ഞാൻ ഇംഗ്ലീഷിലാണ് എല്ലാം പറയുന്നത്, ഇടയ്ക്ക് ചെറിയ മലയാളം പറയാം. ലെറ്റ്സ് സീ ഇൻ ദ ബൈബിൾ സാംസ് 118:5. In my stress, in my distress, I called to the Lord and he answered me and set me free. So word of God is true and alive, which gives us hope and life, and also is full of promises. വാഗ്ദത്തം നമ്മുടെ എല്ലാ വചനം നമ്മൾ നോക്കിയാൽ അത് വാഗ്ദത്തം നിറഞ്ഞ വചനങ്ങളാണ്. അത് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ we all knows that the word of God is written by the inspiration by the Holy Spirit. Yeah, so that's why it is alive. Word of God is alive. So if we see in the Hebrews 4:12 and 13. The word of God is alive and active, sharper than any two-edged sword. It cuts all the way through to where soul and spirit meet, to where joints and marrow come together. It judges the desires and thoughts of the heart. There is nothing that can be hidden from God. Everything in all creation is exposed and lies open before his eyes, and it is to him that we must all give an account of ourselves. So അവിടെ കാണിക്കുന്നുണ്ടല്ലോ ദൈവവചനം ജീവിക്കുന്ന വചനമാണ്. Let's come back to the Psalms 118:5. In this verse we see that call to the Lord, then he answered, and then set me free. So നമ്മൾ ദൈവത്തെ വിളിക്കണം, ദൈവത്തെ അന്വേഷിക്കണം. അത് കഴിഞ്ഞ് ദൈവം അന്വേഷിക്കുമ്പോൾ, ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം നമുക്ക് ആൻസർ തരും. ആൻസർ തരുന്ന അത് നമ്മളെ വിടുവിക്കും. Set us free. Yeah. So here we see the faith and confidence in God. When we listen the word of God, we need to take is that is it for me. ദൈവവചനം കേൾക്കുമ്പോൾ ഇത് എനിക്ക് വേണ്ടിയാണ്, അത് ഏറ്റെടുക്കണം. നമ്മൾ ദൈവദാസന്മാരും വചനം പറയുമ്പോഴും നമ്മൾ ഇത് എന്നെ കുത്താൻ വേണ്ടി പറഞ്ഞ അങ്ങനെ പറയല്ലേ, ഇത് നമ്മൾ ഏറ്റെടുക്കണം. ഇത് എനിക്ക് വേണ്ടിയാ, ഇത് എനിക്ക് വേണ്ടിയാ. ഞാൻ ഈ വചനം എല്ലാം പ്രോമിസസ് എല്ലാം, ദൈവവചനം എല്ലാം full of promises. So when you take that, for example, somebody preaching and then you take that, oh, this is for me. So you take it, take it, that is for me. If you need to call God, then you should have a faith, belief and trust, and also need a prayerful life. നമ്മുടെ ജീവിതത്തിൽ ഫേത്തും ബിലീവും ട്രസ്റ്റും ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ വിളിക്കത്തില്ല. നമുക്ക് ദൈവത്തെ വിളിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസം വേണം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇത് ചെയ്യണം, അത് ചെയ്യണം. വിശ്വാസം ഉള്ളതുകൊണ്ടില്ലേ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, പ്രയാസങ്ങളുടെ ഇടയ്ക്ക് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തോട് യാചിക്കുന്നത്. അന്നേരം നമ്മൾ വിളിക്കണം. വിളിച്ചില്ലെങ്കിൽ ദൈവം നമുക്ക് വിടുതൽ തരത്തില്ല. അന്നേരം നമ്മുടെ വിശ്വാസം വേണം, ബിലീവ് വേണം, ഫെയ്ത്ത് വേണം, ട്രസ്റ്റ് വേണം, പ്രയർഫുൾ ലൈഫ് വേണം. അന്നേരം ദൈവം നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരും. Let's see now in the Psalms 121:1 and 2. I look to the mountain, where will my help come from? My help will come from the Lord who made heaven and earth. So here we see that when we call to the Lord for help, so you need to call to the Lord and you need to look to the mountain. Mountain എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് mountain എന്ന് പറഞ്ഞാൽ ഉയർത്തി നോക്കണമെന്ന്. We have to look to the heaven. Who is in heaven? God. So you need to look to the heaven. We need to call to the Lord, and then he will give us our heart desires, and then whatever you desire for, God will give you. But you need to call to him. You need to submit yourself in his presence. Also, you have to have a faith in God. That's why you have to have a faith in God. That's why you asking God to do, you praying to God, because you know that he is going to answer your prayer. അന്നേരം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ലുക്ക് ടു ദ മൗണ്ടൻ, ക്രിസ്തു ആകുന്ന പാറമേൽ നമ്മൾ നോക്കണം.
അന്നേരം ദൈവം നമ്മൾ എന്നാ യാചിക്കുന്ന ദൈവം നമുക്ക് നൽകും. Not only look to the heaven and listen to the voice of God, also you need to feel the presence of God. Also need to know your calling, and whatever your calling, according to calling, you need to work it on. Yeah. And prayer is a interacting with God. It's a fellowship with God, and also it a communication with God. So you need to have a fellowship with God. You have communication. നമ്മൾ ദൈവത്തോട് സംസാരിക്കും ഇല്ലയോ, നമ്മൾ ദൈവത്തോട് സംസാരിക്കും, അന്നേരം അത് കമ്മ്യൂണിക്കേഷൻ. It's very important in our lives. Fellowship very important. Yeah. That's why we go to church. Yeah, we pray in a group like ladies meeting today. So this is a fellowship because we get together and pray to God. And different type of prayers. It can be individual, it can be personal, it can be in a group. Yeah. Psalms 91:15 says, when they call to me, I will answer them. When they are in trouble, I will be with them, and I will rescue them and honor them. So Psalms 86:6-7. Listen, Lord, to my prayer. Hear my cries for help. I call to you in times of trouble because you answer my prayers. Also Psalms 34:17-20, please. The righteous call to the Lord and he listens. He rescues them from all their troubles. The Lord is near to those who are discouraged. He saves those who have lost all hope. Good people suffer many troubles, but the Lord saves them from them all. The Lord preserves them completely. Not one of their bones is broken. So in all these verses, we can see that they called to the Lord. അവർ ദൈവത്തോട് യാചിച്ചു, ദൈവത്തെ വിളിച്ചു. അന്നേരം ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തും. So you need to call to the Lord and you need to seek the Lord. Yeah. So here we see call or seek, then pray, and then God will answer, and then God will give the deliverance. Call, pray, answer, and deliverance. 4 basic elements of Christian prayer: blessing, repentance, thanksgiving, supplication. Faith leads to salvation, and also faith leads to faithfulness. You have to faithful in everywhere, wherever you go, at your home, at church, at workplace, and the country you live. You need to faithful everywhere, not only one place. Yeah. So how faithfulness come? With the when you have a faith in God, then faithfulness come with it. In our lives, if any problems come, and then we pray to God, and then we wait for deliverance. Yeah. 1 Peter 5:6-7 is humble yourselves then under God's mighty hand, so that he will lift you up in his own good time. Leave all your worries with him because he cares for you. അന്നേരം നമ്മുടെ ഭാരങ്ങളെല്ലാം ദൈവത്തിന്റെ കൈ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ വിടുവിക്കും. Sometimes, like when we pray to God for anything, sometimes God given straight answer, sometimes it take time, maybe it take years, maybe it take many years, but you need to wait for it. Yeah. Wait for his time. Yeah. And God has a purpose for our life. Troubles comes in our life to make us a good pot for his kingdom and glorify his name. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ഓർക്കും, ദൈവമേ എനിക്ക് എന്നത്തിനായി വിടുതൽ കിട്ടാതെ. പക്ഷെ ദൈവത്തിന് നമ്മളെ പ്രതി ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ ചിലപ്പം ഒത്തിരി ട്രയലിന്റെ അകത്തുനിന്ന് പോകണം, നമ്മുടെ പ്രയാസങ്ങളെ ഒത്തിരി. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൂടുതലായി ദൈവത്തിങ്കൽ വേണ്ടി അടുപ്പിക്കാൻ, ദൈവത്തോട് കൂടുതൽ ചേർന്ന് നടക്കുവാൻ, ദൈവവചനം കൂടുതൽ പഠിക്കുവാനും അതിനു വേണ്ടിയാ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും തരുന്നത്. അത് നമ്മൾ ഓവർകം ചെയ്യും by the power of God. Yeah. In 1 Corinthians 10:13 says, every test that you experience is the kind that normally comes to people. But God keeps his promise, and he will not allow you to be tested beyond your power to remain firm. At the time you have put to the test, he will give you the strength to endure it and to provide you with the way out.
സോ നമ്മളിവിടെ കാണുന്നു ദൈവം നമുക്ക് ഭാരങ്ങളും പ്രയാസങ്ങളും തരും, പക്ഷെ നമുക്ക് താങ്ങാനുള്ള കഴിവ് അനുസരിച്ച് ദൈവം തരത്തുള്ളൂ. ദൈവത്തിന് അറിയാം ഈ സീനുവിന് ഈ വേദന കൊടുത്താ സീനു ഇത്ര സഹിക്കും. നമുക്ക് കഴിയാത്ത വേദന സഹിക്കുന്ന മാത്രം ദൈവം നമുക്ക് തരത്തുള്ളൂ കേട്ടോ. വി സീ ഹിയർ ദാറ്റ് ഗോഡ് വിൽ ഗിവ് യു ദ സ്ട്രെങ്ത് ടു എൻഡോർ ഇറ്റ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് യു വിത്ത് എ വേ ഔട്ട്. ദൈവം നമുക്ക് വേണ്ടി ആ വഴി പറഞ്ഞു തരും, എങ്ങനെ അതിനകത്തുനിന്ന് കടന്നു വരുന്നേ. ഓൾസോ ഗോഡ് കീപ്സ് ഹിസ് പ്രോമിസ്. ദൈവനാമം മഹത്വപ്പെടുത്താൻ വേണ്ടിയാ നമ്മളെ ഓരോ ട്രയലിന്റെ കൂടെ ദൈവം നടത്തുന്നത്, ഓരോ ഭാരങ്ങളും പ്രയാസങ്ങളും. പക്ഷെ അതിനൊരു സമയമുണ്ട്, അതിനു വേണ്ടി നമ്മൾ കാത്തിരുന്നാലേ ദൈവം നമുക്ക് വിടുതൽ തരത്തുള്ളൂ. വി ആർ ഹ്യൂമൻ ബീങ് ആൻഡ് ഓൾ ഹാവ് വീക്ക്നെസ്. നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിൽ എന്നേലും കുറവുകൾ ഉണ്ട്. സോ you need to find your weakness and then work on it and humble yourself in God's mighty hand. In the Bible, so many people healed. God healed so many people. Let's see about a woman who suffered from the severe bleeding from 12 years. It is written in the Matthew 9:20-22. So she come behind Jesus and touch the edge of his cloth, and then she said to herself that only if I touch his cloth, I will get well. So അവിടെ നമ്മൾ ആ സ്ത്രീയുടെ വിശ്വാസം നോക്കിക്ക്, ദൈവത്തിന്റെ തുണിയെ തൊട്ടാ മതി, അന്നേരം ഇത് സൗഖ്യം പ്രാപിക്കുന്ന ആ വിശ്വാസം ആ ദാസിക്കുണ്ടായിരുന്നു. ആ വിശ്വാസം അതുകൊണ്ട് Jesus, and then Jesus turned and saw her and said, "Courage, my daughter, your faith has made you well." എവിടെ എഴുതിയിരിക്കുന്ന യുവർ ഫെയ്ത്ത്, ആ ദാസിയുടെ വിശ്വാസം, അവരവരുടെ വിശ്വാസം. ദാറ്റ്സ് വൈ ഇറ്റ് സേ ദ ഫെയ്ത്ത് ഈസ് ഇൻഡിവിജ്വൽ ഓർ പേഴ്സണൽ. You can't force somebody to have a faith. It needs to come by in your inner conscious, and then you have to have your own faith. Yeah. Here we see the faith of, here we see her faith in God, that lady's faith in God. So whatever problems comes in our life, submit your problem to God's hand, and then maybe it take time, yes, as I said before, but you don't stop praying for that subject. Pray for that subject. Maybe it take months, maybe take years, doesn't matter. Wait for God's promise, and then he will fulfill all your promises, all your desire in his time. You need to wait for his time. And also, like, when you have to work hard for being faithful. Matthew 11:28 says, "Come to me, all of you who are tired from carrying heavy loads, and I will give you rest." അന്നേരം അവിടെ എന്നാ പറയുന്നേ? അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ എൻ്റെ അരികെ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അന്നേരം ആരാ? അലസതർ ആയി ഇരിക്കുന്നവരല്ല, അധ്വാനിക്കുന്നവർ, those who work hard. അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്നവരെ എൻ്റെ അരികെ. അന്നേരം so wherever we go, in our workplace, wherever, we need to be faithful. നമ്മൾ വർക്ക് ഡ്യൂട്ടി പോകുമ്പോഴും വർക്ക് ചെയ്യും, ഏത് പ്ലേസ് ആയാലും നമ്മുടെ വർക്ക് പ്ലേസിൽ പോകുമ്പോൾ നമ്മുടെ ജോലി വിശ്വസ്തയോടെ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും, നമ്മൾ എത്ര വിശ്വസ്തരായിരുന്നാലും നമ്മൾ ഈ രാജ്യത്തിൽ താമസിക്കുമ്പം ചിലപ്പം ആളുകൾ നമ്മളെ കുറിച്ച് വല്ലതൊക്കെ പറയും, അവരിങ്ങനെ, ഇവളങ്ങനെ. അതൊന്നും ബോധർ ചെയ്യണ്ട. എല്ലാം നമ്മുടെ കാര്യം വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ദൈവമേ, എൻ്റെ കൂടെ ഞാൻ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്നോട് എന്നത്തിന് ഇവരിങ്ങനെ പറയുന്നത്, അതൊന്നും വിചാരിക്കണ്ട. അത് എല്ലാം ദൈവത്തിൽ സമർപ്പിക്കും. ദൈവം തക്ക സമയത്ത്, ദൈവം നമ്മളെ എവിടെ നമ്മൾ നിന്ദിച്ച് ദൈവം നമ്മളെ അവിടെ ഉയർത്തും. നിന്ദിച്ച സ്ഥലത്ത് തന്നെ ദൈവം നമ്മളെ ഉയർത്തും. അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവ കൈ സമർപ്പിക്കും. നമ്മുടെ ജോലി ചെയ്യുക, വിശ്വസ്തയോടെ ജോലി ചെയ്യുക. അന്നേരം ദൈവം നമ്മളെ തക്ക സമയത്ത് ഉയർത്തും. പിന്നെ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം അവരോട് യുദ്ധം ചെയ്തോളും. നമ്മുടെ കാര്യം ചെയ്യുക. അന്നേരം so Bible says here, those who work hard, not those who
are lazy. Yeah, so you need to work hard for it. Yeah, in Proverbs 16:8 says, It is better to have a little honestly earned than to have a large income gained dishonestly. അന്നേരം നമ്മൾ ഓണസ്റ്റ്ലി നമ്മൾ അധ്വാനിക്കുന്നത് അതിൽ കുറച്ച് അധ്വാനിച്ചാലും മതി, പക്ഷെ ഓണസ്റ്റ്ലി ചെയ്യുന്ന അത് നല്ലതാ. ഡിസ്ഓണസ്റ്റ്ലി ചെയ്യുന്ന അത് ശരിയല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. Philippians 4:6-7 says, don't worry about anything, but in all your prayers ask God for what you need, always asking him with a thankful heart. And God's peace, which is far beyond human understanding, will keep your hearts and minds safe in union with Christ Jesus. So if we submit ourselves in God's mighty hand, then he will protect us protects us from all troubles, and he will provide us according to our need. He knows our needs. Our God is a loving, merciful, kind, and faithful, and he is our protector. Yeah, you need to have a personal relationship with God. Yeah, then this is very important in our lives. Matthew 6:25-26 says, this is why I tell you, do not be worried about the food and drink you need in order to stay alive, or about clothes for your body. After all, isn't life worth more than food? And isn't the body worth more than clothes? Look at the birds, they do not plant seeds, gather or harvest, and put it in barns, yet your Father in heaven takes care of them. Aren't you worth much more than birds? അന്നേരം അവിടെ നമ്മൾ എന്നാ കാണുന്നത്, ബേർഡ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. അവർ അധ്വാനിക്കത്തില്ല, അവർ ഒന്നും കരുതി വെക്കത്തില്ല, ദൈവം അവർക്ക് വേണ്ടി കരുതുന്നു. അന്നേരം നമ്മൾ മനുഷ്യരായി നമ്മൾ എത്ര ദൈവം നമ്മളെ എത്ര കാക്കുന്നു, അല്ലയോ? അതാ അതിനകത്ത് പറയുന്നത്. Psalms 55:22 says, leave your troubles with the Lord and he will defend you. He never lets honest people be defeated. We should always thankful to God. 1 Thessalonians 5:18 says, we thankful in all circumstances. This is what God wants from you in your life, in union with Christ. Psalms 34:1 says, I will always thank Lord. I will never stop praising him. All the time, all circumstances, I will praise the God. Psalms 104:5 says, enter the temple gate with thanksgiving. Go into its court with praise. Give thanks to him and praise him. The Lord is good. His love is eternal and his faithfulness lasts forever. Psalms 138:1-3 says, 1-3. I thank you, Lord, with all my heart. I sing praise to you before the God. I face your temple, bow down and praise your name because of your constant love and faithfulness, because you have shown that your name and your commands are supreme. You answer me when I call to you. With your strength, you strengthen me. Here we see you call to the God and he answered and he strengthened you. In the Bible, if we see about Naomi and Ruth, in the book of Ruth, Elimelech and Naomi and the two sons, Mahlon and Chilion, they lived in the Bethlehem in Judah. They have famine in their land, and so they moved to the country of Moab, where while they were in there, the Elimelech died, and Naomi left with two sons, and then these two sons married with the Moabite women's Orpah and Ruth. And after 10 years later, Mahlon and Chilion, they were died. So Naomi left alone without husband, without two sons. Yeah. Then she and Naomi and Orpah and Ruth, they were left. Sometime later, Naomi heard that Lord has blessed his people by giving them good harvest. So she get ready to leave Moab with her two daughter-in-law. They started together, to go to the Jerusalem. No, so they go to the Judah, but on the way, she told their daughter-in-laws, she said to them,
why not you go to your mother's, നിങ്ങളുടെ മദറിന്റെ അടുക്കി പോവുക. And but Orpha left Naomi, but the Ruth said to, I like this verse, Ruth 1:16. She said to, do not ask me to leave you. Let me go with you. Wherever you go, I will go. Wherever you leave, I will leave. Your people will be my people, and your God is my God. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ഇതാ, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. Ruth worked, and then this Ruth, she worked very hard. She worked in the farmland of Pas, yeah, and then she was very faithful, and she is very hardworking. So, and also she respected her mother-in-law, yeah, and she looked after her very well. Then when this Boaz, he seen her hard work and her care for her mother-in-law, and he married with Ruth. And then Naomi blessed with the grandson Obed, and Obed became the father of Jesse, and who was the father of David. Jesse, who was the father of David. So here we see Naomi's lost everything in her life, but she is still very strong in her faith in a God. And then in the end, in her, even though in her trials, still she still continued to pray to God. And then in the end, what happened? God lifted the Naomi, and in his time, and then he blessed her. So ഇവിടെ നമ്മൾ കാണുന്ന ദൈവം നിയോമിയെ ദൈവത്തിന്റെ സമയത്ത് ദൈവം ഉയർത്തി. ഈവൻ ദോ അവരുടെ ജീവിതത്തിൽ എത്ര ഭാരങ്ങളും പ്രയാസങ്ങളും വന്നിട്ടും അവർ ദൈവത്തോട് ചേർന്ന് ജീവിച്ചു. ദൈവത്തോട്, അതുപോലെ തന്നെ റൂത്തിന്റെ ജീവിതത്തിൽ റൂത്തിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും വന്നിട്ടും അവരുടെ മദർ-ഇൻ-ലോയെ നോക്കി അവര് വിശ്വസ്തയോടെ ജോലി ചെയ്ത് വേല ചെയ്ത് ആ വിശ്വസ്ത കണ്ട് ഇങ്ങനെ അവർക്ക് വീണ്ടും ഒരു ജീവിതം കിട്ടി. So submit yourself in God's mighty hand. Trust in God with all your heart. Pray to God, and He will give you strength to overcome all situation. He will not leave you alone, always with you. അതുപോലെ തന്നെ നമ്മുടെ ഒരു വചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, എന്നാ, അവങ്കിലേക്ക് നോക്കിയോർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അവങ്കിലേക്ക് മീൻസ് God, they look to the God, yeah. അന്നേരം അത് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. During this pandemic, many people lost their life, their loving ones, but we are still here because by the grace of God, because we believe in God, and then God protects us. So in this time we have to pray for others also, because when you pray for others, God will give you deliverance in your life. With this word, God bless you all. Thank you for listening. And ഫേവാമയ്ക്ക് ഞാൻ നന്ദി കരയിട്ടുന്നു. എനിക്ക് സമയം തന്നെ, എനിക്ക് വലിയ കഴിവൊന്നും ഇല്ല, പക്ഷെ എൻ്റെ ദൈവം എനിക്ക് തന്ന ആലോചനയോട് ഞാൻ പറഞ്ഞു. അത് എനിക്കും നിങ്ങൾക്കും അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനത്താൽ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.